സംസ്ഥാന സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം ടാഗോർ തിയേറ്ററിൽ പുരോഗമിക്കുമ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച കയം എന്ന നാടകം പ്രേക്ഷക പ്രശംസ ഏറെ പിടിച്ചുപറ്റി. നാടകത്തിൽ അരങ്ങിലെത്തിയ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും കൈരളി ന്യൂസിനോടൊപ്പം ചേർന്നപ്പോൾ അവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ടാഗോർ തിയേറ്ററിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം തുടരുകയാണ്. ഇപ്പോൾ 5ഓളം നാടകങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. 4ാമതും മത്സരിച്ചത് വട്ടേനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. വളരെ ഒരു നിലവാരം പുലർത്തിയെന്ന് പ്രേക്ഷകർ കൂടി അഭിപ്രായപ്പെട്ട ഒരു നാടകമാണ് അവരുടെ കയം എന്ന് പറയുന്ന നാടകം. ഈ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലുമെല്ലാം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ജോയി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്താണ് ഈ നാടകം നൽകുന്ന അനുഭവം? നാടകം നല്ലൊരു അനുഭവമാണ്. ഞങ്ങൾ 5 മാസമായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിൻ്റെ ബലമാണ് ഇപ്പോൾ അവിടെ സ്റ്റേജിൽ കണ്ടത്. അതിനൊരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടീം വർക്കാണ്. ടീച്ചേഴ്സ് ആയാലും ഇപ്പോൾ പ്രിൻസിപ്പൽ ആയാലും ഞങ്ങളെ ഡയറക്ടേഴ്സ് ശരത്തേട്ടനും മജീദിക്കും പിന്നെ കുറേ ചേട്ടന്മാർ പാരൻസ് ഞങ്ങളെ 10 പേരും കൂടിയിട്ടുള്ളൊരു ഹാർഡ് വർക്കിൻ്റെ ബലമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഈ നാടകത്തിൻ്റെ നായക കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന പീറ്റർ എന്താണ് പ്രതീക്ഷകൾ? കുഴപ്പമില്ല, നല്ല പ്രതീക്ഷ ഉണ്ട്. നന്നായി കളിച്ചു തന്നെയാണ് ഞങ്ങളുടെ ഒരു ഇത്. നായികയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കത് തന്നെയാണ്. ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായി ടീം വർക്ക് ചെയ്തിട്ട് നല്ല കോൺഫിഡൻസോടെ കളിച്ചു തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത 2 പേർ ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഇരട്ട കുട്ടികളാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് ഈ അനുഭവം? നിങ്ങൾ കുടുംബത്തിലൊക്കെ നല്ല സപ്പോർട്ടാണോ? അതെ, ഞങ്ങളുടെ ഫാമിലി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. ഞങ്ങൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്, അത് ഹയർ സെക്കൻഡറിയിൽ സ്റ്റേറ്റ് ഞങ്ങൾക്ക് എന്തായാലും എത്തിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. വളരെ ചിലവേറിയ ഒരു നാടകമാണ് നിങ്ങൾ ഈ സ്റ്റേജിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ടൊക്കെ കണ്ടെത്തുന്നതിന് ചിലപ്പോൾ ഇതൊരു പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് മേഖലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? വട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വർഷങ്ങളായിട്ട് നാടകത്തിൻ്റെ പേരിൽ തന്നെയാണ് സംസ്ഥാന തലത്തിൽ പേര് കേട്ടിരിക്കുന്നത്. നാടകപ്രേമികളായിട്ടുള്ള ഒരുപാട് അധ്യാപകർ, കുട്ടികൾ എല്ലാവർക്കും കൂടി നല്ലൊരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു നമുക്ക് സാമ്പത്തികം പ്രശ്നങ്ങളുണ്ടെങ്കിലും കുട്ടികളുടെ കഴിവ് മാക്സിമം നമുക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ വ്യത്യസ്തമായ മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. തീർച്ചയായിട്ടും അതായത് ഇതിനു വേണ്ടി മാത്രമുള്ള ഒരു ഫണ്ട് കളക്ഷനായിട്ടല്ല അത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ കലാപ്രകടനം നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട്, അതായത് ഈ കുട്ടികൾ ഇത്രയധികം നേട്ടം നേടി ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇവരുടെ കല അധികം പേര് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു മികവ് നമ്മുടെ നാട്ടിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അത് അവതരിപ്പിക്കുന്നത് നമ്മൾ ഒരു ഷോ വെച്ചിരിക്കുകയാണ്. ആ ഷോയിൽ നമ്മൾ കൂപ്പൺ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇതിൻ്റെ സംവിധായകൻ ശരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഈ നാടകം മുമ്പോട്ട് വയ്ക്കുന്ന ടീമെന്ന് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ നാടകം സെറ്റ് ചെയ്തിട്ട് തന്നെ ഒരു 1996 പറഞ്ഞ കാലഘട്ടത്തിലാണ്. നമ്മൾ അന്നത്തെ ഒരു കഥ എന്തുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അത് ഒരു വിഷയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കൂട്ടം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആദിവാസി ദളിത് യുവാക്കൾ അല്ലെങ്കിൽ ആദിവാസി ദളിതുകളായിട്ടുള്ള ആളുകൾ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിത ചുറ്റുപാടിലൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നും ആളുകൾ അതെങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെ നോക്കി കാണുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ നാടകം കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ നിസ്സഹരായിട്ടുള്ള, അവഗണിക്കപ്പെട്ടിട്ടുള്ള, മർദ്ദിതരായിട്ടുള്ള, ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ജീപ്പിൽ അവരുടെ കൂടെ പൊന്തി വരികയാണ്. പിന്നീട് അവർ യാത്ര തുടങ്ങുകയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി നയിച്ച പോലെ പീറ്ററും വീണയും കൂടിയിട്ട് ജീപ്പിൽ ഈ ആളുകളെ കയറ്റി കട്ടക്കായം മൊത്തം സഞ്ചരിക്കുകയാണ്. സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ കയം ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ തേരിലേറി ഒരു സ്കൂളും ആ സ്കൂളിലെ വിദ്യാർത്ഥികളും മുമ്പോട്ട് പോവുകയാണ്. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.